കോഴിക്കോട് മലാപ്പറമ്പിൽ ദേശീയപാതയുടെ സർവീസ് റോഡിൽ വിള്ളൽ വീണ ഭാഗം മണ്ണിട്ട് നികത്തി. അടുത്ത മാസം ഉദ്ഘാടനത്തിനൊരുങ്ങുന്ന ദേശീയപാതയുടെ വെങ്ങളം രാമനാട്ടുകര സർവീസ് റോഡാണ് ഇടിഞ്ഞ് താഴ്ന്നിരുന്നത്. ഇവിടെയാണ് ഇന്നലെ രാത്രി മണ്ണിട്ട് നികത്തിയത്. മലാപ്പറമ്പിൽ നിന്ന് സമീർ സി മുഹമ്മദ് തത്സമയം ചേരുന്നു. സമീർ സി മുഹമ്മദ് പറയും. ഗുഡ് മോർണിംഗ്. എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെയാണ് വലിയ രീതിയിലുള്ള ഒരു വിള്ളലാണ് ഈ ഭാഗത്ത് വീണിരുന്നത്. ദേശീയപാതയുടെ ഭാഗമായിട്ടുള്ള മലാപ്പറമ്പ് ജംഗ്ഷനിൽ വെച്ചുകൊണ്ടാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായിരുന്നത്. വലിയ രീതിയിലുള്ള മഴ പെയ്യുന്നു. ആ മഴക്കൊടുവിൽ അതിൻ്റെ ഭാഗത്തുള്ള വെള്ളവും അതുപോലെ തന്നെ മണ്ണുമൊക്കെ താഴേക്ക് ഒലിച്ചിറങ്ങുന്നു. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഈ സർവീസ് റോഡിൽ വലിയ വിള്ളൽ വീണിരുന്നത്. ആ ഭാഗത്താണ് ഇന്നലെ രാത്രി മണ്ണിട്ട് നികത്തിയിരുന്നത്. ഈ റോഡിൻ്റെ ടാറിംഗ് ഉൾപ്പെടെ ഏറെക്കുറെ പൂർത്തീകരിച്ചതാണ്. ഇതിൻ്റെ നമുക്കിപ്പോൾ കാണാം, അവിടെ ഒരു സിമൻറ്റ് ബ്ലോക്ക് വെച്ചുകൊണ്ട് മൂടിയിട്ടുണ്ട്. ആ ഭാഗം വരെയും അതിൻ്റെ ടാറിംഗ് ഉൾപ്പെടെ പൂർത്തീകരിച്ചതാണ്. ആ ഭാഗത്താണ് വലിയ വിള്ളൽ വീഴുകയും പിന്നീട് ഇവിടേക്ക് കടന്നു വരാൻ കഴിയാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിരുന്നു. പക്ഷേ അവിടെ ചെയ്തിരിക്കുന്നത് പൂർണ്ണമായും മണ്ണിട്ട് നികത്തിക്കൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് താഴെ എന്താണ് എന്നുള്ളത് പോലും കാണിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് അത് മണ്ണിട്ട് നികത്തി താൽക്കാലികമായ ഒരു പരിഹാരമായി മാറിയിരിക്കുകയാണ്. കൃത്യമായി വെള്ളം ഒഴുകി പോകുന്നതിനുള്ള സംവിധാനങ്ങളില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അതുതന്നെ വലിയ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നുമുണ്ട്. നമുക്കിപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണാം, ഈ ഭാഗങ്ങളിലൊക്കെ മുഴുവൻ ചെളിയാണ്, മണ്ണാണ്. ഈ സൈഡിൽ നിന്നൊക്കെ JCB ഉപയോഗിച്ചുകൊണ്ട് മണ്ണിട്ട് നികത്തി ഈ ഒരു വിള്ള ഭാഗം മാത്രം മാറ്റിയെടുക്കാൻ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ. ഇപ്പോഴും വെള്ളം ഒഴുകി പോകാനുള്ള സാധ്യതയില്ല. ഇനിയും മഴ പെയ്താൽ ഇത്തരം അപകടങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. നമുക്കിപ്പം ഇവിടുത്തെ നാട്ടുകാർ കൂടി ചേരുകയാണ്. ഇപ്പോൾ വലിയൊരു വിള്ളലാണ് ഇവിടെ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ മഴക്ക് തന്നെ ചെറിയൊരു ഭീഷണി ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ മലാപ്പറമ്പിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ സൈഡ് ഇവിടുന്ന് തൊണ്ടാട്ടിലേക്ക് പോണ ഭാഗത്തിന് സൈഡ് കംപ്ലീറ്റ് ഒരു കെട്ടാണ്ട് അങ്ങനെ നിൽക്കുക. അത് എപ്പോഴും ഇടിയാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ പുറമെയാണ് മലാപ്പറമ്പത്ത് ഈ ചുറ്റുവട്ടത്ത് മുഴുവനും വെള്ളക്കെട്ടായിട്ട് അത് ഒലിച്ച് പോകാനുള്ള ഒരു ഡ്രെയിനേജോ കാര്യമില്ല. അപ്പോൾ ഇവിടെ പെട്ടെന്ന് നമുക്ക് ഈ ഓട്ടോ ഡ്രൈവർമാർക്ക് അവിടെ ആൾ കയറാനുള്ളൊരു സൗകര്യമില്ല. വെള്ളക്കെട്ടിൽ വന്ന ആൾ കയറൂല, അതൊരു ബുദ്ധിമുട്ട്. പിന്നീട് ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനാണെങ്കിൽ വളരെ ദയനീയ സങ്കടം. അങ്ങനെ അയിലൊക്കെ ആയിട്ടാണ് കച്ചിലാകുന്നത്. പിന്നെയാണെങ്കിൽ ഈ സൈഡ് കെട്ടിയിട്ടില്ലെങ്കിൽ ഇത് വളരെ ഭയങ്കര ഭീഷണിയാണ്. എന്തു സംഭവിക്കും? SK ഈ അരിക് കെട്ടാത്തതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആശങ്ക കൂടിയാണ് നാട്ടുകാരൻ കൂടിയായിട്ടുള്ള അദ്ദേഹം പങ്കുവെക്കുന്നത്. ഏതായാലും ഇനിയും മഴ കനത്താൽ ഇങ്ങനെ വിള്ളൽ വീഴാനും അപകടത്തിനുമുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്.